നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്ന് കരുതിയാൽ മതി. താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നന്ദി പറയേണ്ടത് എന്നോടല്ല, കൃത്യസമയത്ത് ബ്ലഡ് തന്ന ആ മനുഷ്യനോടാ. അച്ഛനെന്താ ഇവിടെ? എങ്ങനെ ഇവിടെ എത്തി? എന്തിനാ ഇവിടെ വന്നത്? ആരും കാണാതെ ഒരു കള്ളനെ പോലെ ഇവിടെ പതുങ്ങി വന്നതിന് പിന്നിൽ എന്തോ ഒരു കാര്യം ഉണ്ടാവണമല്ലോ. സിസ്റ്ററെ, ഇവിടെ കിരൺ എന്നൊരാൾ അഡ്മിറ്റ് ചെയ്തിരുന്നില്ലേ? അയാൾ ഏത് റൂമിലാണെന്ന് പറയാമോ? റൂമിലേക്കൊന്നും മാറ്റിയിട്ടില്ല, ഇപ്പോഴും ICU തന്നെയാ. കിരണിനിപ്പോ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. ബ്ലഡ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അതിപ്പോ കിട്ടി സർ, ഒരാള് വന്ന് തന്നതേ ഉള്ളൂ. സിസ്റ്റർ, ഏതായിരുന്നു കിരണിന്റെ ബ്ലഡ് ഗ്രൂപ്പ്? AB നെഗറ്റീവ്. AB നെഗറ്റീവ്. അച്ഛൻ എന്താ സർ? ഏയ് ഒന്നുമില്ല, ഇനിയും ബ്ലഡ് ആവശ്യം വന്നാ അറേഞ്ച് ചെയ്യാൻ വേണ്ടി ചോദിച്ചാ. സിസ്റ്ററെ, ആ ബ്ലഡ് എന്നാളുടെ ഡീറ്റെയിൽസ് ഒന്ന് അറിയാൻ പറ്റുമോ? സോറി സർ, അത് പറയാൻ പറ്റില്ല. ബ്രോ, ഒരു ഹെൽപ്പ് ചെയ്യാമോ? എന്താ വേണ്ടത്? ഇവിടെ ICUല് കിരൺ എന്നൊരാൾ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്? അയാൾക്ക് കുറച്ചു നേരം മുമ്പ് ആരോ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. അത് ആരാണെന്നൊന്ന് റെക്കോർഡ് നോക്കി പറയാമോ? നിങ്ങളാരാ? എന്തിനാ അതൊക്കെ അറിയുന്നത്? അല്ലെങ്കിൽ തന്നെ ആരാ എന്താണെന്നറിയാതെ ഞാൻ എന്തിനാ ഈ കാര്യമൊക്കെ നിങ്ങളോട് പറയുന്നത്? ഞാൻ പോട്ടെ. ഹേയ്, അതല്ല ബ്രോ. അല്ല സാറേ, ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തു പറയുന്ന റൂള്. ഇപ്പൊ പറയാമോ നോക്കിയേ. അത് അങ്ങനെയല്ല സാർ, അത് പിന്നെ പറയേ. സാറ് ഒരു മിനിറ്റ്, സാർ ഇവിടെ തന്നെ നിൽക്കും, ഞാൻ ഇപ്പോൾ വരാം. സാറ്, അയാളുടെ പേര് രവീന്ദ്രൻ എന്നാ. അയാളുടെ അഡ്രസ്സ് ഞാൻ നോക്കിക്കോളാം. ഇനി നിൽക്കണ്ട, പൊക്കോ. അപ്പ അച്ഛൻ തന്നെയാണല്ലേ ബ്ലഡ് കൊടുത്തത്? മഹാ എം രവീന്ദ്രൻ.
ഡോക്ടർ ഡോക്ടർ കിരണിന് എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാനൊന്നുമില്ല. അപകടനില തരണം ചെയ്തു. കൃത്യസമയത്ത് ബ്ലഡ് കിട്ടിയതുകൊണ്ട് മാത്രമാണ് കിരൺ രക്ഷപ്പെട്ടത്. കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിലേ എല്ലാം കൈവിട്ടു പോയേനെ. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായെന്ന് കരുതിയാൽ മതി. ദുർഗ, താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. നന്ദി പറയേണ്ടത് എന്നോടല്ല, കൃത്യസമയത്ത് ബ്ലഡ് തന്ന ആ മനുഷ്യനോടാ. അയാളാണ് കിരണിന്റെ ജീവൻ രക്ഷിച്ചത്. ശരി, താങ്ക് യു ഡോക്ടർ. ദുർഗ ചേച്ചി, ഇപ്പൊ സമാധാനമായല്ലോ. വാ.